ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയുടെ കോഴ്സുകൾ സൈലം PSCയിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തത് മുതൽ മെസ്സേജുകളോട് മെസ്സേജാണ്. നിങ്ങളും ഒരു ആശങ്കയിലാണ്. PG വേണ്ടി വരുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. എല്ലാ HST പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പത്രവാർത്തകളും അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലെ മെസ്സേജുകളും എല്ലാം ഡിസ്കസ് ചെയ്ത് വെറുതെ ആശങ്കാകുലരായിട്ട് ഇരിക്കുകയാണ്. വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് സമയമെടുത്ത് വരുന്ന ഒരു കാര്യമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KER അമെൻഡ് ചെയ്യണം, അതേപോലെ തന്നെ സ്പെഷ്യൽ റൂൾ ഭേദഗതിയൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈസ്കൂൾ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ ഈ ലയനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന HSTക്ക് PG നിർബന്ധമാക്കി എന്ന് പറഞ്ഞ് ഓർഡർ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്, നടപ്പിലാവുന്നത്. സോ നമ്മളും പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന ഡിസംബർ 31-നകത്ത് നോട്ടിഫിക്കേഷൻ വരും. PG ഇല്ലാത്തവർക്കുള്ള അവസാനത്തെ HST ആയിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം വേണം, കൺഫ്യൂഷൻ പാടില്ല. അതുകൊണ്ട് സൈലം PSCയുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഈ വരുന്ന ഡിസംബർ 31-നുള്ളിൽ HST നോട്ടിഫിക്കേഷൻ PG നിർബന്ധമാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സൈലം PSC നടത്തുന്ന ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറി ജോയിൻ ചെയ്യാവുന്നതാണ്. വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയൊക്കെ അടുത്ത വർഷം നടക്കാനുണ്ട്, ഡിഗ്രി യോഗ്യതയായിട്ടുള്ള പരീക്ഷയൊക്കെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. മറ്റൊന്ന് റീഫണ്ടുമാണ്. ഇനി ജനുവരി 1 തൊട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസംബർ 31-ന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് സൈലം PSC നടത്തുന്ന ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസംബർ 31 വരെ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ എന്തായാലും തരും. അത്രയും ക്ലാസ്സുകൾ തന്നിട്ടാണ്, അതിനുള്ളിലാണെങ്കിൽ റീഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ, മറ്റൊന്ന് കോഴ്സിലേക്ക് മാറി ജോയിൻ ചെയ്യുക എന്നുള്ളത്. അത് ഡിസംബർ 31-ന് ശേഷം റീഫണ്ട് അവൈലബിൾ അല്ല. ഇനി പലരും പറയുന്നുണ്ട് സൈലം PSCയുടെ കേരള PSC എന്ന് പറയുന്ന ആ ഒരു ഹെഡിൽ HSAയുടെ ഒന്നും തന്നെ കാണുന്നില്ല. അതിന് നിങ്ങൾ ആ മോളിലുള്ള ഗോള് മാറ്റിയിട്ട് അവിടെ കേരള ടീച്ചിങ് എക്സാംസ് എന്നുള്ളതെടുത്ത് കേട്ടറ്റാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ബാച്ചസ് എന്നുള്ളതിൽ HST കോഴ്സുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും എന്ത് ചെയ്യാത്തത്, ആ കോഴ്സുകൾ കാണാൻ സാധിക്കാത്തത്. സോ ഇപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, HST കോഴ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്ത് കാണുക. താങ്ക് യു.